തൃശൂരിൽ അമിത പലിശ വാഗ്ദാനം നൽകി നിക്ഷേപകരിൽ നിന്ന് കോടികൾ തട്ടി ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് ആരംഭിച്ച ബില്യൺ ബീസ് എന്ന സ്ഥാപനമാണ് പണം തട്ടിയത്. കേരളത്തിലാകെ 100 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പ്രാഥമിക വിലയിരുത്തൽ. വിവരങ്ങൾ നൽകാനായി MS ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, പാതിവില തട്ടിപ്പ് അതിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന കണക്കുകളൊക്കെ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ പുതിയൊരു തട്ടിപ്പിന്റെ വാർത്ത കൂടി വരുന്നത്. ഇതും ചില്ലറ തട്ടിപ്പല്ല, 100 കോടിയോളം തട്ടി എന്നുള്ളതാണ് കണക്കുകൾ. എന്തായിരുന്നു ഈ ഒരു തട്ടിപ്പിന്റെ രീതി? മറ്റു വിവരങ്ങൾ എന്താണ്? തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ബില്യൺ ബീസ് എന്ന പേരിൽ നിക്ഷേപ തട്ടിപ്പിൽ ഇരയാക്കപ്പെട്ട നിരവധി പേരാണ് ഉള്ളത്. എന്നോടൊപ്പം ഇപ്പോൾ അതിൽ ഇരയാക്കപ്പെട്ട ഒരു നിക്ഷേപകനാണ് ഉള്ളത്. ചേട്ടൻ എത്ര രൂപയാണ് ഇട്ടിരുന്നത്? ഞാൻ 10 ലക്ഷം രൂപയാണ് ഇട്ടിരിക്കുന്നത്. എന്താ ശരിക്കും നടന്നത്? അത് എൻ്റെ ഡെപ്പോസിറ്റ് ആയിട്ടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞ് 10 ലക്ഷം രൂപ ഇട്ടുണ്ടെങ്കിൽ 30,000 രൂപ മാസം തരും. അതിപ്പോൾ ട്രേഡ് ചെയ്യുമോ ഇല്ലാണ്ടിരിക്കുമോ അതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ദുബായിലെ ഓഫീസിലെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ അവൻ പേഴ്സണലായിട്ട് ഒരു എഗ്രിമെൻറ്റ് തന്നിട്ടാണ്, ഒരു ചെക്കും കൂടി തന്നിട്ടാണ് അവനത് വാങ്ങിച്ചിരിക്കുന്നതും. അതുപോലെ 2 ദിവസം മുൻപ് പറയുകയാണെങ്കിൽ പൈസ അതുപോലെ തിരിച്ച് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തരാമെന്നുള്ള എഗ്രിമെൻറ്റ് എഴുതി ഒപ്പിട്ട് തന്നിട്ടാണ് അവനത് ചെയ്തിരിക്കുന്നത്. ഏത് വർഷമാണ് കൊടുത്തത്? ഞാൻ സെപ്റ്റംബർ 23 കൊടുത്തത്. 2023. അതിൽ 24 ഏകദേശം അതെല്ലാം കഴിഞ്ഞു. ജനുവരിയോടുകൂടി ഏകദേശം അവനെ ആൾക്കാർക്ക് പൈസ കൊടുക്കൽ നിർത്തി. അതിൽ കുറച്ച് ആളുകൾക്ക് അതിൽ മുന്നേ നിർത്തിയത് ഉണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ ഗ്രൂപ്പായി വന്നപ്പോഴാണ് അത് അറിഞ്ഞത്. ഞാൻ കൊടുക്കുമ്പോഴൊക്കെ ഏകദേശം അവൻ പൊളിഞ്ഞിരിക്കുക എന്നാണ് ഇപ്പോഴത്തെ ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വിവരം. കിട്ടിയിരുന്നോ പണം? കിട്ടി. എനിക്ക് 4 മാസം കറക്റ്റായിട്ട് അവൻ തന്നു. പക്ഷേ അവൻ്റെ ബ്രദറിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് എനിക്ക് അയച്ചിരിക്കുന്നത്. എന്നോട് അയക്കാൻ പറഞ്ഞതും അവൻ്റെ ബ്രദറായ സുബിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഞാൻ പൈസ അയച്ചിരുന്നത്. ആ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു. ആ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് വന്നതും. അപ്പോഴും ഞാനത് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. എനിക്ക് ദുബായിൽ നിന്ന് പൈസ വരുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞില്ല, അതിൻ്റെ അക്കൗണ്ട്സൊക്കെ ക്ലിയറായി, അത് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ 4 മാസം കഴിഞ്ഞപ്പോൾ പൈസ കിട്ടാണ്ടായി. പിന്നെ ഞങ്ങൾ ഓഫീസിൽ വന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഓരോ മാനേജേഴ്സ് ഒരു 10 ദിവസം 15 ദിവസം പറഞ്ഞ് അങ്ങനെ ഓരോ 1-2 ഫണ്ടുകൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ വന്ന് വാങ്ങിച്ചത്. പിന്നെ അവരെല്ലാം കൂടി സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരിവിടുന്ന് മുങ്ങുകയാണ് ഉണ്ടായത്. ഇതിൽ എത്ര പേരുണ്ട് ഇതിൻ്റെ ഉടമകൾ എന്ന് പറയുന്നത്? ആരൊക്കെയാണ് ഉടമകൾ എന്ന് പറയുന്നത്? ഞാൻ കണ്ടുള്ളത് ബിബിൻ എന്ന് പറഞ്ഞ ആണ് ഉടമ. ആളുടെ വൈഫും ഇതിലുണ്ട്. അപ്പോൾ ആ വൈഫിനോട് ഞാൻ ഒരു തവണ ഫോണിൽ സംസാരിച്ചിരുന്നുള്ളൂ. ഞാനിവിടെ ചെക്ക് സബ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞില്ല, കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യും, ഞങ്ങൾക്ക് അവിടെ ഇൻവെസ്റ്റർ വന്നിരിക്കുന്ന സമയമാണ്, ഇപ്പോൾ ഇടല്ലേ എന്നും പറഞ്ഞിട്ട് ബിബിനും ജയ്ദിയും എന്നെ വിളിച്ചിരുന്നു. അതിനുശേഷം പിന്നെ 10-15 ദിവസത്തിനുള്ളിൽ എല്ലാം ക്ലിയർ ആവുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. പിന്നെ ഒന്നും കിട്ടിയില്ല. ഏകദേശം 100-200 പേരോളം നമ്മളൊരു ഗ്രൂപ്പിലുണ്ട്. അതിൽ ഏകദേശം ഈ പറഞ്ഞ 150-200 കോടിക്ക് മേലെയുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ചേട്ടൻ എങ്ങനെ അറിഞ്ഞത് ഇതിങ്ങനെ ഒരു സംഭവത്തിൽ നിക്ഷേപിച്ച് ഞാൻ പൈസ കിട്ടും? എൻ്റെ ഒരു ഫ്രണ്ട്, ഞാനിവിടെ കൊല്ലാട്ടി അമ്പലത്തിലെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് 2 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഇടുന്ന ഒരു വ്യക്തിക്ക് ഏകദേശം 2 വർഷത്തിന് മേലെ പൈസ കിട്ടിയിരുന്നു. ആ സമയം, അതായത് ഞാനിടുന്ന ദിവസം വരെ അല്ലെങ്കിൽ ഇട്ടതിന് ശേഷവും ഇതുവരെ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാനിവിടെ വന്ന് ഈ ഓഫീസിൽ വന്നിട്ടാണ് ഇവിടുത്തെ ജനറൽ മാനേജറായ സജിത്തിനെ കാണുന്നതും. സജിത്താണ് ബിബിനായിട്ട് സംസാരിച്ച് അത് ഡീൽ ചെയ്ത് 10 ലക്ഷത്തിന് 30,000 രൂപ എന്നുള്ള രീതിയിൽ സെറ്റിൽ ചെയ്ത് അഗ്രിമെൻ്റൊക്കെ റെഡിയാക്കി എനിക്ക് തന്നത്. ഇതിപ്പോൾ എത്ര നാൾ തരുന്നായിരുന്നു നിങ്ങൾക്കുള്ളത്? അല്ല, അത് കണ്ടിന്യൂസ്, അത് ലൈഫ് ലോങ് എന്നുള്ള രീതിയിലാണ് അവർ നിക്ഷേപം ഇവിടെ സ്വീകരിച്ചിരുന്നത്. ദുബായിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും, കേരളത്തിൽ പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിക്ഷേപകരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിനോടൊപ്പം തന്നെ പലയിടങ്ങളിലും, തൃശ്ശൂർ മാത്രമല്ല പല ജില്ലകളിൽ നിന്നുള്ള ആളുകൾക്കും സമാനമായ രീതിയിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചെറിയ തുക മുതൽ കോടികൾ വരെ നഷ്ടപ്പെട്ട നിരവധി ആളുകളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.